മാറിക്കൊണ്ടിരിക്കുന്നു. ഷി ടേൺഡ് എന്ന് പറയുന്നത് എന്താണ്? അപ്പം ലിങ്കിങ് വേർഡാണ്. അപ്പം ആ ഹാപ്പീനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് അങ്ങനത്തെ ഒരു ആ സബ്ജക്റ്റിനെ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ആ ലിങ്കിങ് വേർഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഷീ ടേൺഡ് ഹാപ്പി. അതേപോലെ ഷീ ലുക്സ് ബ്രേവ്, ആളെ കാണുമ്പം ബുദ്ധിയുള്ളതാണ് അല്ലെങ്കിൽ ബ്രേവ് ആണ് എന്ന് കാണിക്കാനാണെങ്കിൽ ലുക്സ് എന്ന് പറയുന്നത് എന്താണ് ഒരു ലിങ്കിങ് വേർഡായിട്ട് യൂസ് ചെയ്യുന്നു. ദേ ബിക്കം ഫ്രണ്ട്സ്, അല്ലേ, അവർ ഫ്രണ്ട്സ് ആകുന്നു. അപ്പം അതാണ് എന്ത് പറയുന്നത് ലിങ്കിങ് വേർഡ്. എ കോംപ്ലിമെൻറ്റ് ഈസ് ഐദർ എ നൗൺ or an adjective or a pronoun which describe the subject. Then finite and non-finite verbs. Finite and non-finite verbs എന്ന് പറഞ്ഞാൽ എന്താണ്? Not the change in the form of the verb swim. Finite verbs are those verbs which change their forms with the change in number and persons of the subject. They have different forms in different tenses. The non-finite verbs are verbs which do not change their forms with the change in number of persons of the subject. അതായത് ഫിനിറ്റ് വേർബ്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പേഴ്സൺസ് അല്ലെങ്കിൽ സബ്ജക്ട്സിനോ ചേഞ്ചസിനനുസരിച്ച് എന്ത് ചെയ്യും അത് മാറിക്കൊണ്ടിരിക്കും ഫിനിറ്റ് വേർബ്സ്. നോൺ ഫിനിറ്റ് ആകുമ്പോൾ എങ്ങനെയായിരിക്കും അതിൽ നമ്പർ ഓഫ് പേഴ്സൺസ് അനുസരിച്ചോ അല്ലെങ്കിൽ സബ്ജക്റ്റിലെ ചേഞ്ചസ് അനുസരിച്ചോ അതിനെന്ത് ചെയ്യും ചേഞ്ച് വരില്ല. ഷീ വാണ്ട്സ് ടു സിങ് എ സോങ്, ദേ വാണ്ട് ടു സിങ് എ സോങ് എക്സാമ്പിൾ ആണ് എന്ത് പറയുന്നത്. നോൺ ഫിനിറ്റ് വേർബ്സിന് എക്സാമ്പിൾ ദ ഇൻഫിനിറ്റ്, ദ പാർട്ടിസിപ്പിൾ, ദ ജെറണ്ട്, ഇതൊക്കെ എന്താണ് നോൺ ഫിനിറ്റ് വേർബ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അതായത് നമുക്ക് സബ്ജക്റ്റിനോ അല്ലെങ്കിൽ നമ്പർ ഓഫ് പേഴ്സൺസോ അനുസരിച്ച് മാറ്റം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലെന്താണ് വേർബിൽ മാറ്റം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഫിനിറ്റ് വേർബ്സ് എന്ന് പറയും. അത് അല്ലാതെ സംഭവിക്കുന്നതിനാണ് എന്ന് പറയുന്നത് നോൺ ഫിനിറ്റ് വേർബ്സ് എന്ന് പറയും. ഓക്കെ, ദെൻ യൂസേജ് ഓഫ് പ്രസൻറ്റ് പാർട്ടിസിപ്പൽ. പ്രസൻറ്റ് പാർട്ടിസിപ്പലിൻ്റെ യൂസേജസ്, പാസ്റ്റ് പാർട്ടിസിപ്പലിൻ്റെ യൂസേജസ് ഇതിൽ തന്നിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് എക്സാമ്പിളായിട്ട് തന്നിട്ടുള്ളൂ, നന്നായിട്ട് റീഡ് ചെയ്യാം. ദെൻ അഡ്ജക്റ്റീവ്സ് നോക്കാം. ഓക്കെ, വേർബ്സ് കഴിഞ്ഞ് അഡ്ജക്റ്റീവ്സ്. അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹി ഈസ് എ സ്മാർട്ട് ബോയ്, അങ്ങനെ ടേം എഴുതാന്ന് വെച്ചോ. ഹി ഈസ് എ സ്മാർട്ട് ബോയ്. നമ്മളിപ്പോൾ ലിങ്കിങ് വേർഡ് പഠിച്ച പോലെ തന്നെയാണ്. ഇതിലെന്താണ് സ്മാർട്ട് എന്ന് പറഞ്ഞ വേർഡാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് എന്താണ് അവൻ ഒരു സ്മാർട്ടായിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ സ്മാർട്ട് എന്ന് പറയുന്നത് എന്താണ് ഒരു അഡ്ജക്റ്റീവാണ്, അതൊരു വേർബല്ല. അതായത് അഡ്ജക്റ്റീവ് വേർബ് എന്ന് വെച്ചാൽ ആ ആളുടെ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ആളുടെ ഒരു എന്താ പറയുക ഇതേ ഒരു വാക്ക് സ്മാർട്ട് എന്ന് പറഞ്ഞ വാക്ക് തന്നെ നമുക്ക് ഒരുപാട് മീനിങ് അതിൽ കിട്ടും ആ ഒരു വ്യക്തിനെ കുറിച്ചിട്ട്, അല്ലേ. അപ്പം അങ്ങനെ കാണിക്കുന്ന വേർഡ്സ് ആണ് സ്മാർട്ട്. ഷീ ലുക്കിംഗ് ബ്യൂട്ടിഫുൾ, അല്ലേ. ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അതൊരു അഡ്ജക്റ്റീവ് വേർഡാണ്, ഭംഗീനെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുകയാണ്, അല്ലേ. അതായത് analyze the two words smart and beautiful. Here these are two words are used to qualify a noun, അല്ലേ. ആ നൗണിനെ ക്വാളിഫൈ ബോയ് എന്ന് പറഞ്ഞ നൗണിനെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്മാർട്ട്, ലുക്കിംഗ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയുമ്പം, അല്ലേ. അപ്പോൾ അങ്ങനത്തെ വേർഡ്സ് ആണ് ഇത് അഡ്ജക്റ്റീവ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ. കുറച്ചും കൂടി അതിനെ ക്വാളിഫൈ ചെയ്യാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത്. കൈൻഡ്സ് ഓഫ് അഡ്ജക്റ്റീവ് ആണ് ക്ലവർ ബോയ്, ബ്യൂട്ടിഫുൾ വുമൺ, സ്മോൾ ബോക്സസ്, അങ്ങനെ കുറേ എക്സാമ്പിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് നോക്കുന്നത് സ്പെഷ്യൽ അഡ്ജക്റ്റീവ്സ് ആണ്. അതായത് എന്താണ് ഈസ് ദർ എനി ഡിഫറൻസ് ബിറ്റ്വീൻ ലിറ്റിൽ ആൻഡ് സ്പെഷ്യൽ അഡ്ജക്റ്റീവ്സ്. അപ്പോൾ അഡ്ജക്റ്റീവ് പറഞ്ഞു സ്മാർട്ട്, ബ്യൂട്ടിഫുൾ, ബ്രേവ് എന്നൊക്കെ പറയുന്നതൊക്കെ അഡ്ജക്റ്റീവ്സ് ആണ് നമ്മൾ പഠിച്ചു. അതിൽ കുറച്ച് അഡ്ജക്റ്റീവ്സിൻ്റെ സ്പെഷ്യൽ അഡ്ജക്റ്റീവ്സ് എന്ന് പറയും. അതൊക്കെയാണ് എന്ത് ലേറ്റർ, ലേറ്റർ, ലേറ്റസ്റ്റ്, ലാസ്റ്റ്. ഒരു വാക്കാണത്. വാക്കിൻ്റെ 4 ഫോംസ് ആണ് ലേറ്റർ, ലേറ്റർ, ലേറ്റസ്റ്റ്, ലാസ്റ്റ്. ലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് സജസ്റ്റ് എൻ ഇൻഡെഫിനിറ്റ് ടൈം ഇൻ ഫ്യൂച്ചർ. ഹേസ് പ്ലാനിങ് ടു വിസിറ്റ് അസ് ലേറ്റർ, അല്ലേ. ഒരു ഫ്യൂച്ചറിൽ എപ്പോഴോ സംഭവിക്കാം, ഡെഫിനിറ്റ് ടൈം ഉണ്ടായിരിക്കില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ലേറ്റർ. ഹി ഈസ് പ്ലാനിങ് ടു വിസിറ്റ് അസ് ലേറ്റർ. നമ്മളെ കാണാനുള്ള ആൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, അത് ഫ്യൂച്ചറിലേക്ക് സംഭവിക്കുകയാണ്. എന്ന് സംഭവിക്കും നമുക്കൊരു പ്രഡിക്ഷൻ ഉണ്ടോ ഇല്ല. അപ്പോൾ അതാണ് ലേറ്റർ. ലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് സജസ്റ്റ് പൊസിഷൻ ഓർ ഓർഡർ. ഒരു പൊസിഷനോ അല്ലെങ്കിൽ ഒരു ഓർഡറോ കാണിക്കുകയാണെങ്കിൽ ഇത് ലേറ്റർ യൂസ് ചെയ്യുന്നത്. മീന ആൻഡ് സീന ആർ കസിൻസ്, ദി ലേറ്റർ ഈസ് സ്റ്റഡിങ് അബ്രോഡ്, അല്ലേ. അവരെ ഒരു പൊസിഷനാണ് അല്ലെങ്കിൽ അവർ അബ്രോഡാണ് പഠിക്കുന്നത് എന്ന് കാണിക്കുന്നത് എന്നാണ് ലേറ്റർ യൂസ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് വായിക്കുക. അതിൻ്റെ ഓരോ ലേറ്ററും ലേറ്ററിൻ്റെയൊക്കെ സ്പെല്ലിങ്ങിൽ തന്നെ വ്യത്യാസം വരുന്നുണ്ട്. ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ലേറ്റസ്റ്റ് ഇപ്പം റീസെൻ്റ് ആയിട്ട് ഹാപ്പനിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ലേറ്റസ്റ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മുന്നേ കഴിഞ്ഞു പോയിട്ടുള്ള പൊസിഷൻ ഓർ പോയിന്റ്, മുന്നേ നടന്നു പോയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നതാണ്.
ഓക്കെ. അതേപോലെ ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ. ലിറ്റിൽ മീൻസ് എന്താണ്? ഒന്നുമില്ല, ശൂന്യം, സീറോ, നില്ലായിരിക്കും. എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ചുണ്ടാവും അല്ലേ. എ ലിറ്റിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് വെള്ളമുണ്ട്. ഓക്കെ. തീരെ ഇല്ല എന്നുള്ളതിനെ പറയാം ലിറ്റിൽ മണി എന്ന് പറഞ്ഞാൽ ഹി ഹാസ് ലിറ്റിൽ മണി ഇൻ ഹിസ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ കയ്യിൽ ഒരു പൈസ ഇല്ല, ഒന്നും ഉണ്ടാവില്ല. എ ലിറ്റിൽ മണി എന്ന് പറയുമ്പോൾ എന്താ വരിക? കുറച്ച് പൈസ ഉണ്ടായിരിക്കും. ഓക്കെ. ദ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ സ്മോൾ എമൗണ്ട് ബട്ട് ഓൾ ദാറ്റ് വാസ് ദ, അതാണ്. ദെൻ ഫ്യൂ, എ ഫ്യൂ, ദ ഫ്യൂ. ഫ്യൂ പറഞ്ഞാൽ അതേപോലെ തന്നെ അന്ന് നില്ലായിരിക്കും. ഫ്യൂ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. എ ഫ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ചുണ്ടായിരിക്കും. ദ ഫ്യൂ എന്ന് പറഞ്ഞാൽ ഓൾ ദാറ്റ് വാസ് ദർ അല്ലേ. ഹി ലുക്സ് ദ ഫ്യൂ ചോക്ലേറ്റ്സ് ഇൻ ലെഫ്റ്റ് ഇൻ ബോക്സ്, കുറച്ചുണ്ടായിരിക്കും. അതേപോലെ എൽഡർ, എൽഡസ്റ്റ്, ഓൾഡർ, ഓൾഡസ്റ്റ്, അതിൻ്റെയൊക്കെ യൂസേജസ് നോക്കുക. ഫാർദർ, ഫർദർ, ഇതൊക്കെ ഇതിൽ തന്നെ തന്നിട്ടുണ്ട്, വായിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഡിഗ്രി ഓഫ് കമ്പാരിസൺ, ടോള്, ടോളർ, ടോളസ്റ്റ് അല്ലേ. ടോള് പറഞ്ഞാൽ കുറച്ച് വലുത്, ടോളർ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും കുറച്ചുകൂടി വലുത്, ടോളസ്റ്റ് ആണ് ഏറ്റവും വലുത് അല്ലേ. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന അതിന് അങ്ങനത്തെ ആ വാക്ക് എന്താ? ഹൈ, ലോങ്, ലോങ്ങർ, ലോങ്ങസ്റ്റ്, ഷോർട്ട്, ഷോർട്ടർ, ഷോർട്ടസ്റ്റ് എന്നൊക്കെ പറയുന്നതാണ് എന്ത്? ഡിഗ്രി ഓഫ് കമ്പാരിസൺ. സാം ഈസ് ടോൾ, സാം ഈസ് ടോളർ ദാൻ സാൻജു, ടാം ഈസ് ടോളസ്റ്റ് ബോയ് ഇൻ അവർ ക്ലാസ്സസ്. ഓക്കെ. അപ്പോൾ അതിന് കമ്പാരിസൺ ആണ് നടക്കാൻ വേണ്ടി ഡിഗ്രി ഓഫ് കമ്പാരിസൺ വേർഡ്സ് ആണ് അതെന്നൊക്കെ പറയുന്നത്. എന്താണ്? അഡ്വേർബ്സ്. ഓക്കെ. അഡ്വേർബ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? സത്യ ലാഫ്സ് ലൗഡ്ലി. ഈ ലൗഡ്ലി എന്ന് പറയുന്നത് എന്താണ്? അഡ്വേർബ് ആണ്. അതായത് സത്യ അല്ലെങ്കിൽ സന്ധ്യ ലാഫ്സ് ലൗഡ്ലി, സന്ധ്യ ഉറക്കെ ചിരിച്ചു. അപ്പോൾ ചിരിച്ചു എന്നതിനെ എങ്ങനെ ചിരിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേർബിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന അഡ്വേർബ്സ് എന്ന് പറയുന്നത്. അതായത് സന്ധ്യ ലാഫ് ലൗഡ്ലി എന്നാണ് പറയുന്നത്. അപ്പം സന്ധ്യ ലാഫ് എന്ന് പറഞ്ഞാൽ സന്ധ്യ ചിരിച്ചു. അപ്പം എങ്ങനെ ചിരിച്ചു? ആ ചിരിയെ ഒന്നുകൂടി സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണിത് ലൗഡ്ലി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതെന്താണ്? ഈ വേർബിനെ ഒന്നും കൂടി ഊന്നൽ കൊടുത്ത് പറയുന്നതാണ് അഡ്വേർബ് എന്ന് പറയുന്നത്. ഓക്കെ. അഡ്വേർബായിട്ട് യൂസ് ചെയ്തത്. ഷീ വാക്ക്ഡ് ഈവൻ മോർ റാപ്പിഡ്ലി, സ്പീഡ്ലി, ഫാസ്റ്റ്ലി എന്നൊക്കെ പറയുന്നത് എന്താണ്? അഡ്വേർബ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അതിൻ്റെ യൂസേജസ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ദെൻ പ്രോനൗൺസ്. പ്രോനൗൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ പ്രോനൗൺസ് എന്നൊക്കെ പറയും. ഫസ്റ്റ് പേഴ്സൺ ആണെങ്കിൽ ഐ എന്ന് പറയും, സെക്കൻഡ് പേഴ്സൺ യു, തേർഡ് പേഴ്സൺ ഹി, ഷീ, ഇറ്റ്, ദേ എന്നൊക്കെ പറയുന്നതാണ് എന്ത്? തേർഡ് പേഴ്സൺ. അത് നിങ്ങൾ ഒരു ചാർട്ട് പോലെ തന്നെ തന്നിട്ടുണ്ട്, വായിച്ച് പഠിക്കുക. ഹി, ഹിം, ഹിസ്, ഷീ, ഹർ, ഹർ എന്നാണ് പറയുക അല്ലേ. അതൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്ന കാര്യം. ഇറ്റിന് വേറെ മാറ്റം വരുമോ? ഇറ്റിന് എപ്പോഴും ഇറ്റിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പേഴ്സൺ യൂസേജസ് ഓഫ് പ്രൊനൗൺസസ് ഉണ്ട്. ദെൻ എന്താണ്? കൺജക്ഷൻ വേർഡ്സ്. ഓക്കെ. കൺജക്ഷൻസ് വേർഡ്സ് എന്തൊക്കെയാണ്? അതായത് here the words so after are used to connect a group of words. Such terms which are used to connect words or groups of words together is called conjunction. കൺജക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വേർഡ്സിനെ ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ രണ്ട് വേർഡ്സിനെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡാണ് കൺജക്ഷൻ എന്ന് പറഞ്ഞാൽ. എക്സാമ്പിളാണ് ആൻഡ് അല്ലേ. ഇപ്പം നമ്മൾ റാം ആൻഡ് സാം. അപ്പം റാമിനെയും സാമിനെയും കൂടി കണക്ട് ചെയ്യുന്ന ഒരു കൺജക്ഷൻ വേർഡാണ് എന്ത്? ആൻഡ്. റാം കൂടാതെ സാമും ഉണ്ട് എന്നല്ലേ. അപ്പം ആൻഡ്. അപ്പം ആൻഡ് ഒരു കൺജക്ഷൻ വേർഡാണ്. ആൻഡ്, ബട്ട്, ബിക്കോസ്, ഹവർ, നൈദർ, നോ, നൈദർ, ഓർ, ത്രൂ, എക്സെട്ര. അതൊക്കെ എന്താണ് എന്ത്? കൺജക്ഷൻ വേർഡ്സ് ആണ്. ടൈപ്സ് ഓഫ് കൺജക്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? കോർഡിനേറ്റിംഗ് കൺജക്ഷൻ, സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ, കോറിലേറ്റീവ് കൺജക്ഷൻ. 3 ടൈപ്പ് ഓഫ് കൺജക്ഷൻസ് ആണുള്ളത്. കോർഡിനേറ്റിംഗ് കൺജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോർഡിനേറ്റിംഗ് കൺജക്ഷൻസ് ആർ വേർഡ്സ് വിച്ച് ജോയിൻ അസ് ടു ഈക്വൽ ഇമ്പോർട്ടൻസ് അല്ലേ. ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വേർഡ്സിനെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കൺജക്ഷൻസ് ആണ് കോർഡിനേറ്റിംഗ് കൺജക്ഷൻ. അത് ആൻഡ്, ബട്ട്, സോ, സ്റ്റിൽ, ഫോർ, യെറ്റ് എന്നൊക്കെ യൂസ് ചെയ്യുന്നത്. സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ എന്ന് പറഞ്ഞാൽ ഹീസ് ആൻ ആംഗ്രി. അതായത് സബോർഡിനേറ്റിംഗ് കൺജക്ഷൻസ് ആർ വേർഡ്സ് വിച്ച് കണക്ട് ദ മെയിൻ ക്ലോസ്
with the subordinate clauses. Some of the subordinating conjunctions are because, however, since, if, be അല്ലേ, ഇതൊക്കെയാണ് സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ വേർഡ്സ്. അതായത് അത് മെയിൻ ക്ലോസുമായിട്ട് സബോർഡിനേറ്റിംഗ് ക്ലാസ് കണക്ട് ചെയ്യുന്നതാണ് എന്ത് സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ എന്ന് പറഞ്ഞാൽ. കോറിലേറ്റീവ് കൺജക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻ പെയേഴ്സ്, അതായത് ഐദർ, നൈദർ, പെയേഴ്സ് ആയിട്ട് ഐദർ ഓർ നോർ, നൈദർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുക. എന്താ പറയുക, നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നതാണ് എന്ത്. ഇത് കൂടാതെ അതും കൂടി ഉണ്ട് എന്ന് പറയുന്നത്, രണ്ടും കൂടി കോറിലേറ്റ് ചെയ്ത് പോകുന്നത് കൺജക്ഷനാണെന്ത് കോറിലേറ്റീവ് കൺജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് പാർട്സ് ഓഫ് സ്പീച്ചിൽ. ഇതിലൊന്നുമില്ല, നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന നോൺ വേർബ്സും നോൺസും അതിലെ അഡ്ജക്റ്റീവ്സും കൺജക്ഷൻ വേർഡ്സും അങ്ങനെ അത് ഇതിൻ്റെ പാസ്റ്റും പ്രസൻറ്റ് ടെൻസും പാസ്റ്റ് ടെൻസും പാർട്ടിസിപ്പൽ ടെൻസും അതിൻ്റെ യൂസേജ് ഒക്കെയാണുള്ളത് ഓവറോൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് റീഡ് ചെയ്യുക. ഓക്കെ.